അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ ഉം. അതിന്റെ സൈനിക നടപടി തൽക്കാലം രണ്ട് രാജ്യങ്ങൾ നിർത്തിവെച്ചിട്ടുണ്ട്. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന് നമ്മൾ പറയുന്നുണ്ട്. നമ്മൾ കുറച്ച് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ എടുത്തു. അതിൽ ഏറ്റവും പ്രധാനം ഇൻഡസ് വാട്ടേഴ്സ് ട്രീറ്റി അബയൻസിൽ വെച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇതുകൊണ്ട് പാകിസ്ഥാനിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് തീരുമാനമെങ്കിലും അത് അഫക്ട് ചെയ്യാൻ പോകുന്നത് ആരെയാണ്? അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ എന്ന് വെച്ചാൽ വലിയൊരു ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് അവിടെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഇതിലുണ്ട് എന്നതിനെ പറ്റി നമ്മുടെ രാജ്യത്തിന് അറിയാം. നമ്മുടെ രാജ്യത്തിന്റെ ആ നടപടിയെ ന്യായീകരിക്കുന്ന ആൾക്കാർക്കറിയാം. എന്ന് കരുതി നമ്മൾ ഇത് വേണ്ട, നമ്മൾ പാകിസ്ഥാനോട് എന്നും ഹൃദയവിശാലതയോടുകൂടി പെരുമാറണം, അവിടെയുള്ള സാധാരണക്കാരെ നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടതില്ല എന്നൊരു നിലപാട് നമുക്ക് സ്വീകരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രശ്നം. കാരണം നമ്മളൊരു യുദ്ധസമാനമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ വരികയോ ഒരു ബോർഡർ കോൺഫ്ലിക്റ്റിലേക്ക് വരികയോ ഒരു ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസിനെ പറ്റി സംസാരിക്കുകയോ ചെയ്യുമ്പോൾ അത് വൺ വേ ട്രാഫിക് അല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ രാജ്യത്തുള്ള 26 ആൾക്കാരെ, അതിലൊരാൾ ഒരു വിദേശ പൗരനും കൂടിയാണ്, ഇവിടെ കയറി വന്നിട്ട് യാതൊരു വിധത്തിലുള്ള കാരണവും ഇല്ലാതെ അവരെ കൊന്നു എന്ന് വെച്ചാൽ അത് അങ്ങേയറ്റത്തെ ഒരു ഹ്യൂമാനിറ്റേറിയൻ പ്രതിസന്ധി ഉണ്ടാക്കുക. ആ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഒരാളിന് തുല്യമായിട്ട് നമ്മൾ എത്ര പേർക്കാണ് അവിടെ വിലയിടുക എന്നുള്ളത് ഒരു രാജ്യത്തിന്റെ തീരുമാനമാണ്. 26 പേരെ ഇവിടെ കൊല ചെയ്തെങ്കിൽ തിരിച്ച് അവിടെ പോയിട്ട് 13 പേരെ കൊന്നാൽ മതിയോ? 26 പേരെ തന്നെ കൊല്ലണോ? അതോ 52 പേരെ കൊല്ലണോ? 104 പേരെ കൊല്ലണോ? എക്സ്പോണൻഷ്യൽ ആയിട്ട് പോകണോ? എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ രാജ്യം. കാരണം നമ്മുടെ ഒരു പൗരന്റെ വില നമ്മളാണ് തീരുമാനിക്കുക. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എന്നോട് നിങ്ങൾ മനുഷ്യത്വപരമായിട്ടുള്ള ഒരു സമീപനം കാണിച്ചില്ല എങ്കിൽ അത് റെസിപ്രോക്കേറ്റ് ചെയ്യാനായിട്ട് എനിക്ക് യാതൊരു വിധത്തിലുള്ള ബാധ്യതകളും ഇല്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ ഈ ഇൻഡസ് വാട്ടേഴ്സ് ട്രീറ്റി അബയൻസിൽ വെക്കുന്നതിൽ കാണിക്കുന്നത്. അതുകൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതം എന്ന് പറയുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മനുഷ്യത്വപരമായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനമൊക്കെയാണെന്ന് അവർക്ക് വ്യാഖ്യാനിക്കാം. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ച് ഇത് ഞങ്ങൾ അങ്ങോട്ട് ചെയ്താൽ മാത്രം മതിയോ? അപ്പൊ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഓപ്ഷൻ ഉണ്ട് അല്ലെ? നമ്മൾ ഏകപക്ഷീയമായി ഞങ്ങൾ ഈ വെള്ളം അങ്ങ് നിർത്തുകയാണ് എന്നല്ല പറയുന്നത്. നമ്മൾ അവരോട് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് ഈ പ്രതിസന്ധി അവസാനിപ്പിക്കാനുള്ള മാർഗമുണ്ട്, ഞങ്ങളിത് അബയൻസിൽ വെക്കുകയാണ്. എത്ര വരെ? നിങ്ങൾ നിങ്ങളുടെ നാട്ടിലുള്ള ടെററിസം ഇല്ലാതാക്കുന്നത് വരെ, ഞങ്ങളോട് ഇതിൽ പൂർണ്ണമായി സഹകരിക്കുന്നത് വരെ എന്ന് വെച്ചാൽ നമ്മൾ പാകിസ്ഥാൻ ഓപ്ഷൻ കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഞങ്ങളിവിടെ വെള്ളം മുട്ടിച്ച് നിങ്ങളുടെ ജനതയെ നരകത്തിലേക്ക് തള്ളിവിടണമോ എന്ന് തീരുമാനിക്കേണ്ടത് ഞങ്ങളല്ല, നിങ്ങളാണ്. ടെററിസം പ്രോത്സാഹിപ്പിക്കണോ അതോ ജനതയുടെ വെള്ളം കൂടി മുട്ടിക്കണോ, അവർക്ക് വെള്ളം ലഭ്യമാക്കണോ, ഈ കാര്യത്തിൽ ചോയ്സ് എടുക്കേണ്ടത് പാകിസ്ഥാനാണ്, ഇന്ത്യ അല്ല.